ഹലോ ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാനൊരു വെയിറ്റ് ലോസ് ഡേ ആട്ടോ ഷെയർ ചെയ്യുന്നത്. നമുക്കെല്ലാവർക്കും വെയിറ്റ് കുറക്കണം, പക്ഷെ പട്ടിണി കിടക്കാൻ മടിയാണ്. എന്നാൽ ഞാനിന്നേ നല്ലോണം വയറ് നിറച്ചാണ് വെയിറ്റ് ലോസ് ചെയ്യുന്നത്. രാവിലെ തന്നെ ഒരു കപ്പ് വെള്ളം കുടിച്ച് തുടങ്ങാം. ബ്രേക്ക്ഫാസ്റ്റിന് ഓട്സ് ആണ്. ഓട്സ് ലോ കാലറിയാണ് ഗൈസ്. അതുപോലെ ദഹനം നല്ലോണം നടക്കും, നമ്മുടെ വയറ് നിറഞ്ഞു കിടക്കുന്ന പോലെ തോന്നും. അപ്പോൾ കുറേ നേരത്തേക്ക് ഫുഡ് കഴിക്കാണ്ടിരിക്കാൻ ഇത് മതി. ഇനി ഇതിലേക്ക് നമുക്ക് ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും ആഡ് ചെയ്യാം കേട്ടോ. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് ഉറുമാമ്പഴവും 5 ബദാമും ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ച് ചിയ സീഡും ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി. ഇത് കഴിച്ചപ്പോൾ എനിക്കൊരു ഉച്ച വരെ വിശപ്പ് എന്ന് പറയുന്ന സാധനം ഇല്ലായിരുന്നു. എനിക്ക് വയറ് നല്ല ഹെവി ആയിരുന്നു. പിന്നെ മധുരം ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഉറുമാമ്പഴം ഇട്ടല്ലോ, അപ്പം ഈ മധുരത്തിൻ്റെ ആ ഒരു കമ്മി ഈ ഉറുമാമ്പഴം അങ്ങോട്ട് തീർത്തു കിട്ടോ. ഞാൻ സാധാരണ കുടിക്കുന്നതിനെക്കാട്ടി ഒരുപാട് വെള്ളം കുടിക്കാൻ തുടങ്ങി. ഈ ഒരു ബോട്ടിൽ 3 പ്രാവശ്യം നിറച്ച് കുടിച്ചിട്ടുണ്ട് ഞാൻ. വെള്ളം കുടിച്ചാൽ നമുക്ക് കുറേ വിശപ്പ് മാറും. പിന്നെ വെള്ളത്തിന് ഒരുപാട് ഗുണങ്ങളുണ്ട്, പക്ഷെ അതൊന്നും നമ്മളിപ്പോൾ പറയുന്നില്ല കേട്ടോ. പിന്നെ ചോറിന് കുറച്ച് ചീരേൻ്റെ ഉപ്പേരി ഉണ്ടായിരുന്നു, ഒരു ഇത്തിരി ചോറ്, പിന്നെ പ്രോട്ടീനായിട്ട് ഒരു എഗ്ഗ്, പിന്നെ മീനില്ലാത്ത നമ്മുടെ കാര്യം നടക്കില്ല, അതുകൊണ്ട് മീനും. അങ്ങനെ ഉച്ചക്കത്തെ ഊണും അടിപൊളിയായിട്ട് കഴിഞ്ഞു. ഞങ്ങളെല്ലാവരും ഫാമിലി ആയിട്ട് അവിടെ ഇരുന്ന് കഴിക്കുക. അങ്ങനെ ഞങ്ങളെല്ലാവരും ഫാമിലി ആയിട്ട് കഴിച്ചു. സോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഡേയിൽ ഈവനിങ്ങിൽ എന്താ സ്നാക്സ് ഉണ്ടാക്കാന്ന് എനിക്ക് വലിയൊരു ഡൗട്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ബ്രെഡ് ഉണ്ട്, അപ്പോൾ ബ്രെഡ് വെച്ചിട്ട് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള സാൻഡ്വിച്ച് ഉണ്ടാക്കാം. അപ്പോൾ ഇവർക്കും സൗണ്ട് ഉണ്ടാക്കണം. അപ്പൊ ഇവർക്കും സാൻഡ്വിച്ച് വേണമെന്ന്. വെജിറ്റബിൾസിൽ ഒട്ടും കാലറീസ് ഇല്ലാത്തതുകൊണ്ട് നമുക്കത് എത്ര വേണമെങ്കിലും കഴിക്കാം കേട്ടോ. ഞാനിവിടെ ആഡ് ചെയ്യുന്നത് കക്കിരി, ബീട്രൂട്ട്, ടൊമാറ്റോ, പിന്നെ ഓണിയൻ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൈമുള്ളത് ആഡ് ചെയ്തു. പിന്നെ ഒരു എഗ്ഗ് ആഡ് ചെയ്തു കേട്ടോ. പിന്നെ ഞാനിടുന്നത് കുറച്ച് ഉപ്പും പുളിക്കും വേണ്ടിയിട്ട് കുറച്ച് കുരുമുളകും കുറച്ച് ഉപ്പുപൊടി, ഇതെല്ലാം കൂടി ഇനി മിക്സ് ചെയ്തെടുക്കാൻ പോവുകയാണ്. നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നത് മനസ്സിലായല്ലോ, ഒരു സാൻഡ്വിച്ച് ആണ് ഉണ്ടാക്കുന്നത്. എൻ്റെ കയ്യിൽ ഇപ്പോൾ നോർമൽ ബ്രെഡ് ഉള്ളതുകൊണ്ട് ഞാൻ അത് എടുക്കുകയാണ്. നമുക്ക് വെയിറ്റ് ലോസ് ചെയ്യുമ്പോൾ ബ്രൗൺ ബ്രെഡ് യൂസ് ചെയ്യുന്ന കേട്ടോ നല്ലത്. പിന്നെ ഒരു ചീസ് ആഡ് ചെയ്യുന്നുണ്ട്. ഹാഫ് ചീസ് ആഡ് ചെയ്യുന്ന കേട്ടോ നല്ലത്. പിന്നെ മക്കളും കൂടി തിന്നാനുള്ളതുകൊണ്ട് ഞാൻ ഫുൾ ചീസ് ആഡ് ചെയ്യുന്നുണ്ട്. കാരണം പകുതി അവരെ വയറ്റിലേക്ക് പോകും, അത് സ്വാഭാവികം. അവസാനം ഞാൻ കഴിക്കാൻ പോകുമ്പോഴാണ് അവിടേക്ക് ഒരാളെ എൻട്രി. കണ്ടടേ. പിന്നെ ഞാൻ എനിക്കായിട്ട് തന്നെ ഒരെണ്ണം ഉണ്ടാക്കി ഞാൻ തന്നെ കഴിച്ചു. നല്ല ഹെവിയാണ്, എനിക്ക് നല്ലോണം വയറ് നിറഞ്ഞു. രാത്രി ഇനി ഫുഡ് വേണ്ടാന്നുള്ള നിലയായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് നേരം വർക്കൗട്ട് ചെയ്യണം. ഈ ചുമട്ടനെ തൂക്കി പുറത്തേക്ക് ഇടുന്നതിനനുസരിച്ച് മൂപ്പരാൾ പിന്നെയും പിന്നെയും ഉള്ളിലേക്ക് വരികയാണ്. എന്നിട്ട് എൻ്റെ എവിടെയെങ്കിലും ഒരു ഗ്യാപ്പ് കിട്ടുമ്പോൾ തുരപ്പൻ്റെ പോലെ തുരണ്ടം കൂടെ കിടക്കുകയാണ്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഈ വർക്കൗട്ട് ഇവിടെ നിർത്തി വെക്കുകയാണ് കേട്ടോ. ഇനി നാളെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഏകദേശം ഞാൻ ഒരു തരത്തിൽ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഇപ്പം ഞാനിത് നിർത്തുകയാണേ. അങ്ങനെ രാത്രി ഒരു കക്കിനി നിന്ന് ഇന്നത്തെ ഡേ അവസാനിച്ചു. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സോ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യൂ.